നാനോ വൈറ്റ് ഒക്കെ കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടെ വൈറ്റ് ഗ്ലാസ്, വൈറ്റ് മൈക്ക, വൈറ്റ് പെയിന്റ്, മൊത്തം വൈറ്റ്. പിന്നെ അതിൽ ഹൈഡ്രോളിക് സിസ്റ്റം നല്ല മെറ്റീരിയൽ ബ്രാൻഡുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? ഇത് കിച്ചൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, എന്തെങ്കിലും ചെലവ് ചുരുക്കാൻ ഏതെങ്കിലും നോക്കരുത്, ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കാം. ഓക്കെ, ഈ ഒരു കിച്ചൺ ഇപ്പോൾ ഇതുപോലെ ചെയ്തു, വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് ഏകദേശം എത്ര പ്രൈസ് വരുന്നുണ്ട്? ഇതിന് നമുക്ക് 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുക. ഭയങ്കര ഷാർപ്പ്നെസ് വരും. ഇത് അങ്ങനെ ഉണ്ടാവില്ല, ഇത് നല്ല സ്മൂത്ത്നെസ് ആ വരും. മറ്റേന്ന് വെച്ചാൽ കുട്ടികളെ തട്ടിയ മുറിയാവാനൊക്കെ ചാൻസ്. കാരണം നിങ്ങളെ വീട്ടിലേക്ക് ഒരു കിച്ചൺ വേണം, അതിന് എത്ര റേറ്റ് ആവും അല്ലേ? അത് നമുക്കൊന്ന് അളന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അവർക്ക് തന്നെ കാണിച്ചു. ഈ പ്ലൈവുഡിൽ ആൾറെഡി ഈ സംഭവം ഇതാണ് നമ്മുടെ എഡ്ജ് ബാൻഡ്. നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ചെയ്യുമ്പോഴുള്ള ഗുണം ഈ എഡ്ജ് ബാൻഡ് എന്താണ്, ഇത് നല്ല ഫിനിഷിംഗ്. സൈസ് മതി എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കിച്ചൺ പലപ്പോഴും ഡെമ്മി ആയ കിടക്കാറാണ്. വർക്ക് ഫുള്ള് വർക്ക് ഏരിയ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വൈറ്റ് കിച്ചൺ ആണ്. പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കിച്ചൺ. കിച്ചണുകൾ എന്ന് വെച്ചാൽ വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. നമ്മളിൽ പലരും വൈറ്റ് മെറ്റീരിയലുകൾ കൊണ്ടൊന്നും കിച്ചൺ ചെയ്യാറില്ല. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നാനോ വൈറ്റ് കൊണ്ട് കൗണ്ടർ ടോപ്പും വൈറ്റ് ഗ്ലാസ് കൊണ്ട് ഷട്ടറുകളും അതുപോലെ വൈറ്റ് മൈക്കയും ഉപയോഗിച്ച് ചെയ്ത ഒരു അടിപൊളി കിച്ചണാണ്. ഈ കിച്ചൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്ത് ഫർണിയ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. വീട്ടിലെ കിച്ചണിലെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് കാണേണ്ടത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഈ കിച്ചൺ കണ്ടില്ലേ? ഈ കിച്ചണിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി തരാം. സജീർ ഭായി ആണ് നമ്മുടെ കൂടെയുള്ള ഫർണിയയുടെ ഡയറക്ടേഴ്സിൽ ഒരാളാണ്. ഇദ്ദേഹമാണ് നമുക്ക് ഈ കിച്ചൺ ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്. സജീർ ഭായി, അടിപൊളിയായിട്ടുണ്ട് വൈറ്റ് കിച്ചൺ. ആരും ഒരിക്കലും വൈറ്റിൽ ഇങ്ങനെ ഒരു കിച്ചൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ഫർണിയ എന്നുള്ള ഫേം ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായി. ഇന്നലെ ആയിരുന്നു അതിന്റെ ഇനാഗുറേഷൻ. ഇന്നലെ ആയിരുന്നു. കറക്റ്റ് ടൈമിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വൈറ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരാനുള്ള കാരണം എന്താണ്? കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോ ക്ലയന്റും വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളായിരിക്കും. അതെ. അപ്പൊ അവരുടെ എന്താണോ അവരുടെ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാറ്. ഇത് നമ്മുടെ മൻസൂറാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്, ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ മൻസൂർ, അതുപോലെ തന്നെ ഫാരിസ്, ആരിഫ്, അൻസാർ, അങ്ങനെ ഞങ്ങൾ 6 പേര് കൂടി തുടങ്ങിയ ഫർണിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാക്ടറി ഉണ്ട്. ഷമീർ അടക്കമുള്ള 6 പേര് തുടങ്ങിയ ഫാക്ടറി ഉണ്ട്. അത് പെരുന്തൽമണ്ണ കേന്ദ്രീകരിച്ച വർക്ക് എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ 6 ആളെ വർക്ക് ഞങ്ങൾ അവിടെ നിന്നാണ് ചെയ്യുക. അവിടെയുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ലേബർ കോസ്റ്റ് ഒരുപാട് കുറക്കാൻ പറ്റും. അപ്പോൾ അത്രയും കുറഞ്ഞ ലെവലിലേക്ക് ഒരു കിച്ചൺ ഇതാക്കുമ്പോൾ പ്രസന്റ് ചെയ്യാൻ പറ്റും. അതാണുള്ള ഗുണം. അപ്പോൾ ഇത് മൻസൂറിനോട് നമ്മുടെ കട്ടുള്ള വാപ്പുട്ടി എന്ന് പറഞ്ഞ ആളുടെ വീടാണിത്. അപ്പോൾ അയാൾ പറഞ്ഞ മുപ്പരുടെ റിക്വയർമെന്റ് പ്രകാരം മൻസൂർ ഡിസൈൻ ചെയ്ത് കൊടുത്തു. അത് മുപ്പര് ഇഷ്ടമായി. നിങ്ങൾ പറഞ്ഞ പോലെ ആരും എന്ത് ചെയ്താൽ വൈറ്റിക്ക് തീരെ പ്രിഫർ ചെയ്യാറ്. ഇവര് വൈറ്റ് ആവശ്യപ്പെട്ട അതുകൊണ്ട് ടോട്ടലി ഫ്ലോറും അതുപോലെ ടൈൽസും അതുപോലെ തന്നെ ടോപ്പും ഒക്കെ വൈറ്റാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വൃത്തിയുണ്ട്. അതെ. ഈ മേലെ നമ്മൾ സാധാരണ ഈ നാനോ വൈറ്റ് ഒക്കെ കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടെ വൈറ്റ് ഗ്ലാസ്, വൈറ്റ് മൈക്ക, വൈറ്റ് പെയിന്റ്, മൊത്തം വൈറ്റ്. അപ്പൊ നമുക്ക് ഒരു തലക്കെന്ന് തുടങ്ങാം, എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് ചെയ്തതെന്നുള്ളത്. നമ്മളിപ്പോ സാധാരണ ഒരാൾ കിച്ചൺ ഉണ്ടാക്കുമ്പോൾ ആദ്യം അതിന്റെ അളവിലാണ്. എത്രയാണ് ഈ ഒരു കിച്ചണിന്റെ സൈസ്? ആളുകൾക്ക് കിച്ചണിന്റെ സൈസ് എത്ര കൊണ്ടുവന്ന് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കിച്ചൺ തന്നെ. കാരണം ഇത് 370, 330 സൈസ്. കാരണം എന്താ വെച്ചാൽ ഈ സൈസ് മതി എന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ കിച്ചൺ പലപ്പോഴും ഡെമ്മി ആയ കിടക്കാറാണ്. വർക്ക് ഫുള്ള് വർക്ക് ഏരിയ. ഈ വീടും അങ്ങനെ തന്നെയാണ്. ഒരു ഷോ കിച്ചണാണ് ഉണ്ടാവുക. പക്ഷെ ഷോ കിച്ചൺ നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഇതുപോലെ ഒരു വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കിച്ചൺ വേണം, സ്റ്റോറേജ് സ്പേസ് ഒക്കെ അടങ്ങിയ ഒരു കിച്ചൺ വേണം. അപ്പോൾ ആളുകൾക്ക് ആപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ് 360, 330 എന്ന് പറഞ്ഞാൽ. അതായത് അടിയിൽ പറയുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? 12 അടി, 11 അടി, 11 അടി സൈസ് വരുന്നത്. അപ്പൊ ആദ്യം ഇതിൽ കൗണ്ടറിൽ തുടങ്ങാം. കാരണം കൗണ്ടറുകളുടെ ഇപ്പോഴത്തെ ട്രെൻഡ് നാനോ വൈറ്റ് തന്നെയാണ് അല്ലേ? വൈറ്റ് മാത്രമല്ല പല കളറിൽ വരുന്നുണ്ട്. നമ്മൾ തന്നെ നല്ല കളറുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതില് വൈറ്റ് നാനോ ഇവിടെ ഡബിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? എഡ്ജ് ഡബിൾ കൊടുത്തിട്ടുണ്ട്.
ഇപ്പൊ നാനോ വൈറ്റ് ഒക്കെ എത്ര ലെങ്ത്തിലൊക്കെ ചെയ്യുമ്പോൾ എത്ര വെയിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും? പറ്റും. ഇതൊക്കെ ഇതെന്ന് വെച്ചാൽ അടിയിലൊക്കെ പാർട്ടിഷനിലുണ്ട്, അതിനൊക്കെ ലോഡ് താങ്ങും. വെയിറ്റ് നമുക്ക് കയറി ഇരിക്കണോണ്ടോ ഒന്നും കുഴപ്പമില്ല. ഏറ്റവും ടോപ്പിൽ നമുക്ക് വരുന്നത് എന്താ വെച്ചാൽ കൊറിയൻ ടോപ്പാണ്. കൊറിയൻ ടോപ്പ് ആകുമ്പോൾ ഈ ജോയിന്റ് ഉണ്ടാവില്ല. പക്ഷെ നാനോ വൈറ്റ് നമുക്ക് ഈ ജോയിന്റ് വരും. പക്ഷെ കൊറിയൻ ടോപ്പ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സാധാരണക്കാർക്കൊക്കെ ഏറ്റവും നല്ലത് ഈ ഒരു ഫീൽ കൊണ്ടുവരാൻ നാനോ വൈറ്റ് ആണ് നല്ലത്. ഇനിയിപ്പോ നമ്മള് താഴേക്ക് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഗ്ലാസ് ആണ് ഇവിടെ ഹൈലൈറ്റ്. ഗ്ലാസ് കൊണ്ട് ചെയ്തൊരു ഡിസൈന് അല്ലെങ്കിൽ ഒരു ഷട്ടറുകളാണ് നമ്മളിപ്പോ കാണുന്നത്. ഈ ഷട്ടറിന് ഇങ്ങനെ ഗ്ലാസ് കൊടുക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? ഇത് പാനലിക് ഗ്ലാസ് ആണ്. ഇങ്ങനെ കൊടുക്കുന്നതിനുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് ക്ലീനിങ് പർപ്പസ് നല്ല ഈസിയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് മാറ്റ് ഫിനിഷുള്ള മൈക്ക് കൊടുക്കുമ്പോൾ നമുക്കറിയാം കിച്ചൺ ഏറ്റവും വൃത്തികേടാണ് സ്ഥലമാണ്. അപ്പൊ അത് പെട്ടെന്ന് നമുക്കത് ആ ഒരു ഫീലിലേക്ക് വരും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നനച്ചു തുടച്ചാൽ ഇത് നമുക്ക് എല്ലാം പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ ഈ ഒരു പ്ലൈവുഡ് ആണ് ഇത്. ഈ പ്ലൈവുഡിൽ ഓൾറെഡി ഈ സംഭവമാണ്. ഇതാണ് നമ്മുടെ എഡ്ജ് ബാൻഡ്. നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ചെയ്യുമ്പോഴുള്ള ഗുണം ഈ എഡ്ജ് ബാൻഡ് എന്നാണ്. ഇത് നല്ല ഫിനിഷിംഗ്. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പ്രസ്സിങ്ങിൽ ചെയ്യുന്ന ഇന്റീരിയറും പ്രസ്സിങ് അല്ലാത്ത ഇന്റീരിയറും നമ്മൾ പ്രധാന മാറ്റം അന്ന് എഡ്ജ് ബാൻഡ് തന്നെയാണ്. അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഗ്ലാസ് മാത്രമല്ല എഡ്ജ് ബാൻഡ് എത്ര ഫിനിഷ്ഡ് ആണ്, അതാണ് ഇപ്പൊ നമ്മളിപ്പോ കണ്ടത്. അത് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. അതുപോലെ ഇത് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ടോ ഗ്ലാസ്? ഇല്ല. അതാണ് നമ്മൾ പാനലിക് ഗ്ലാസ് ആണ്. അങ്ങനത്തെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ട് അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല. ഇത് നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ നിലവിൽ ചെയ്ത പ്ലൈവുഡ് ഉണ്ടല്ലോ അതിന്മേൽ നമ്മൾ പശിട്ട് ഒട്ടിക്കണാണ്. ഇത് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറച്ച് കൂടും. നമ്മൾക്ക് എന്താ വെച്ചാൽ സ്ക്വയർ ഫീറ്റിന് 2000-2500 റേറ്റ് വരും ഒരു സ്ക്വയർ ഫീറ്റ്. ഇതേപോലെ ചെയ്യാം. ഇത് എത്ര mm ഗ്ലാസ് ആണ്? ഇത് 4mm ഗ്ലാസ്. 4mm ആണ്. എഡ്ജ് ഒക്കെ സ്മൂത്ത് ചെയ്യുന്നുണ്ടോ? സ്മൂത്ത് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു വൃത്തിയല്ലേ വൈറ്റ് ഫീൽ അല്ലേ? ഒന്ന് നോക്കിയാൽ എല്ലാം ഒരു വൈറ്റ് ഫീല്, ക്ലീൻ ചെയ്യാൻ ഈസി. അപ്പോൾ ഇത് അടിയിൽ മാത്രമാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ അടിയിൽ മാത്രം കൊടുക്കാനുള്ള കാരണം എന്താണ്? അതായത് മേലെ ഇത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഈ മേലെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു 1800 സ്ക്വയർ ഫീറ്റിന് ഇങ്ങനെ ജിമ്മ് വരുന്നത്. അപ്പൊ വെറുതെ 2500 കോസ്റ്റ് മേലേക്ക് കയറ്റണ്ടല്ല. കാരണം എന്താ മേലെ നമുക്ക് അത്ര വൃത്തിയോടാവില്ല. അടിയുള്ള അത്ര ഒരു ക്ലീനിങ് വിഷയം മേലെ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കോസ്റ്റിലേക്ക് മേലെ കൊണ്ടുവരണ്ട. അപ്പോ അതുകൊണ്ടാണ് മേലെ ഇത് ചെയ്യാത്തത് അല്ലേ. മേലെ ഇപ്പോൾ നമ്മൾ ഗ്ലാസിന്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ കൗണ്ടറിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ പ്ലൈവുഡും മൈക്കാണ് മേലുള്ള ടോപ്പുകളെല്ലാം ഉപയോഗിച്ചത് അല്ലേ. എഡ്ജ് ബൈൻഡ് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. അതെ, നമ്മുടെ ഫാക്ടറിയിൽ 4 പ്രോസസ്സാണ് ഉള്ളത്. ഫസ്റ്റിൽ നമ്മൾ പ്ലൈവുഡ് ഇട്ടതിന് ശേഷം ആ പ്ലൈവുഡ് ഫുള്ള് പശ വെച്ചിട്ട് നമ്മൾ കോൾഡ് പ്രസ് എന്ന് പറയും. അതിൽ പ്രസ് ചെയ്യും. അങ്ങനെ പ്രസ് ചെയ്യും. സാധാരണ വർക്കേഴ്സ് പ്രസ് ചെയ്യുന്ന അറിയാം. നമ്മൾ എന്തെങ്കിലും മൈക്കിന്റെ മേലെ വേറെ പ്ലൈവുഡ് കയറ്റി വെച്ചാൽ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ആണടിച്ചാണെങ്കിൽ പ്രസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ വീണ്ടും ബബിൾസ് ഒക്കെ വരാൻ ചാൻസ്. ഇത് നമ്മൾ 10 കണക്കിന് വെയിറ്റ് വെച്ചിട്ട് 6 മണിക്കൂർ വെച്ചിട്ടാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. 6 മണിക്കൂർ അങ്ങനെ ആകുമ്പോൾ ഭയങ്കര അതിന് പിന്നെ ജോയിന്റോ കാര്യങ്ങളോ ബബിൾസ് ഒന്നും വരില്ല. അതിനുശേഷം നമ്മൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുക. കമ്പ്യൂട്ടറിൽ മെഷർമെന്റ് കൊടുത്താൽ കംപ്ലീറ്റ് അപ്പൊ കറക്റ്റ് മെഷർമെന്റിൽ കട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷമാണ് ഈ പ്രോസസ് വരുന്നത്, എഡ്ജ് ബാൻഡിങ്. ഈ എഡ്ജ് ബാൻഡ് ഇവിടെ ഫിനിഷിംഗ് കറക്റ്റ് മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഇവിടെ മൈക്ക് ചെയ്യുമ്പോൾ 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പൊ ഭയങ്കര ഷാർപ്പ്നെസ് വരും. ഇത് അങ്ങനെ ഉണ്ടാവില്ല. ഇത് നല്ല സ്മൂത്ത്നെസ് ആ വരും. മറ്റേന്ന് വെച്ചാൽ കുട്ടികളെ തട്ടിയാൽ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് ഒരു ഫൈബർ മെറ്റീരിയലാണ്. ഇത് വെച്ചിട്ട് മെഷീൻ വഴി കടത്തി വിട്ടാൽ ഇത് കറക്റ്റ് ഇങ്ങനെ എഡ്ജ് ബാൻഡ് ചെയ്ത് വരും. ഇവിടെ ഒരു ഇൻസ്റ്റാളേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം എടുത്ത് വരണ്ട. അതായത് വീട്ടിൽ ഇതിന്റെ വർക്ക് ഒന്നും വരുന്നില്ല അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു വീട് പണിയുടെ സമയത്ത് കിച്ചണിന്റെ പണി എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു ആശാരിമാര് വന്നിട്ട് അവിടെ കുറെ പരിപാടികളൊന്നും ഇല്ല. 2 ദിവസം മതിയോ? 2 ദിവസം കൊണ്ട് ഇത് ഫുൾ ഇൻസ്റ്റാൾ ചെയ്യും. കാരണം ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഫാക്ടറിയിലാണ് അല്ലെ. ഫാക്ടറിയിൽ നിന്നാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അതിന്റെ ഗ്ലൂ ഒക്കെ ഒട്ടിക്കുമ്പോൾ ഫ്ലോർ ഒക്കെ ഒരുപാട് നാശാവാറുണ്ട്. അപ്പൊ ഇതിന്റെ ഗ്ലൂ ഒക്കെ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഒട്ടിച്ച് ജസ്റ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ പീസ് ആക്കി വരും. ജസ്റ്റ് നമുക്ക് ഈ സ്ക്രൂ ഇട്ട് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് വേറെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴാണ് ഇത് അയച്ചു കൊണ്ടുപോകാം. വേറെ എവിടെയും ഉണ്ടെങ്കിൽ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ മാറ്റാം. അതുപോലെ എന്തെങ്കിലും കംപ്ലൈന്റ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് റിപ്പയർ ചെയ്യാം, ഒക്കെ പോസിബിൾ ആണ്. ഇത് ഓവർഹെഡ് യൂണിറ്റ് എന്ന് പറയും, മുകളിലുള്ള യൂണിറ്റ്. ഇതിന് നമുക്ക് അപ്പർ ലിഫ്റ്റിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഓവർഹെഡ് യൂണിറ്റ് നമ്മൾ ചെയ്യണമെന്ന് എന്താ വെച്ചാൽ നല്ല ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഗ്ലോസി മൈക്കാണ്. ആ മൈക്ക് ഉപയോഗിക്കുമ്പോൾ വെച്ചാൽ നമ്മൾ ഈ ഗ്ലാസ്സിക്ക് മാച്ച് ആവും. ഇതിൽ നമ്മൾ ജസ്റ്റ് ഗ്ലോസ് ഫീൽ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഒക്കെ ഒരേ മെറ്റീരിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മാച്ച് ആവുമ്പോൾ നമുക്ക് ഇത് കറക്റ്റ് മാച്ചായി വരില്ല. പിന്നെ നേരത്തെ പറഞ്ഞ അതേ ക്ലീനിങ് പർപ്പസ് ഇവിടെ ഗ്ലോസിയിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം അല്ലെ. പിന്നെ ഇതിൽ ഹൈഡ്രോളിക് സിസ്റ്റം നല്ല മെറ്റീരിയൽ ബ്രാൻഡുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ. ഇത് കിച്ചൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും ചെലവ് ചുരുക്കാൻ ഏതെങ്കിലും നോക്കരുത്, ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കാം. ഇനിയിപ്പോ ഇത് പ്ലൈവുഡ് തന്നെയാണോ ഉപയോഗിച്ചത്? അതെ, പ്ലൈവുഡ് തന്നെയാണ്. ഈ ഒരു സൈഡിൽ ഒരു കൗണ്ടർ ഉണ്ട്,
അതുപോലെ ഇവിടെ ഉണ്ട് അല്ലേ? അതെ, ഇതൊക്കെ ഇതുപോലെ സെയിം മെറ്റീരിയലാണ്. നമുക്ക് ഇവിടെ കിച്ചൺ കുറച്ച് യൂസ്ഡ് ആണ്, അതുകൊണ്ട് ഉള്ള ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് എല്ലാം തുറന്ന് കാണിക്കാത്തത്. ഇതിപ്പോൾ നമുക്ക് തുറന്ന് കാണിക്കാം. ഇതിന്റെ മെറ്റീരിയൽ ഇവിടെ കാണാം, പാർട്ടീഷനുള്ളിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ മെറ്റീരിയൽ ഇവിടെ കാണാം, നമുക്ക് ഇവിടെ പ്ലൈ കാണാം, അതുപോലെ നല്ല തിക്നെസ് ഉള്ള ഗ്ലാസ് തന്നെയാണ് പാർട്ടീഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മൈക്ക ഹാൻഡിലും കാര്യങ്ങളൊക്കെ നല്ല മെറ്റീരിയൽ തന്നെ ബ്രാൻഡഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ് സ്റ്റൗവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സ്റ്റൗവിനെ കുറിച്ച് നമ്മൾ പറയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഔട്ട് ഉണ്ടാവും, ആ ഔട്ട് കവർ ചെയ്യണ ഒരു സംഭവം ഉണ്ടാവും. ഇവിടെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ കാണുന്നില്ല. ആക്ച്വലി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ മുകളിൽ ആ സംഭവം ഉണ്ടല്ലോ, അതിന്റെ പൈപ്പ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ, കിച്ചണിൽ ചെയ്യാൻ. പിന്നെ ഇതിൽ നമ്മൾ സ്റ്റൗ ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഇത് കാഫറിന്റെ കമ്പനിന്റെ ആണ്, നല്ല ബ്രാൻഡ് നോക്കി എടുക്കുക, അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു കിച്ചൺ ഇപ്പോൾ ഇതുപോലെ ചെയ്തു, വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് ഏകദേശം എത്ര പ്രൈസ് വരുന്നുണ്ട്? ഇതിന് നമുക്ക് വന്നിട്ടുള്ളത് 2,22,000 രൂപയാണ് ഇതിന് ചെലവ് കിച്ചൺ നടത്തുന്നത്. അപ്പൊ ഇത് ശരിക്ക് നമ്മളെ പ്രേക്ഷകർക്ക് തന്നെ വേണമെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇതിന്റെ ഒരു അളവ്? അത് ഞാൻ പറയാനിരിക്കായിരുന്നു. ഇപ്പൊ ഒരു സാധാരണ നിങ്ങളെ വീട്ടിലേക്ക് ഒരു കിച്ചൺ വേണം, അതിന് എത്ര റേറ്റ് ആവും അല്ലേ? അത് നമുക്കൊന്ന് അളന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ആ യൂണിറ്റ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് എടുത്ത് കാണിക്കും. ഇപ്പൊ ഈ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8 അടി അല്ലെങ്കിൽ 9 അടി സൈസ് ഉണ്ടാവും. 9 അടി. ഇത് ഇങ്ങനെ 2 അടിയാണ്, 2 അടി ഹൈറ്റ്. അപ്പൊ മൊത്തം ഇത് 18 അടിയായി. 18 അടി, അതായത് 9 × 2 18 അടി. 9 × 2 ഈ 18 × 1,800 അതാണ് ഇതിന്റെ ചെലവ്. 1,800 എന്നുള്ള എന്താണ്? ഒരു സ്ക്വയർ ഫീറ്റിന് റേറ്റ്. ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് വരിക. ഈ ഒരു സ്ക്വയർ ഫീറ്റ് നമുക്ക് പ്ലൈവുഡ് വാങ്ങി മൈക്ക വാങ്ങി കമ്പനി പോയി പ്രസ് ചെയ്ത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ചാർജാണ് 1,800. ഈ മെറ്റൽ സാധനങ്ങളൊക്കെ പെടും. അതിന് ടേബിൾ ടോപ്പ് ഇത് പെടും, ടോപ്പ് ഈ നാനോവൈറ്റ് പെടില്ല. ഈ വുഡൻ വർക്കുകൾ മൊത്തം ഉള്ളിലെ ഫിറ്റിംഗ്സ് ഒക്കെ വരും 1,800. 1,800 ഇൻറ്റു നമ്മളെ ഇതിന്റെ അളവ് എത്ര ഫീറ്റ് ആണുള്ളത് അത് ഗുണിച്ച് 9 ഫീറ്റ് × 2 ഫീറ്റ്. അതുപോലെ ആ 18 × 1,800 ഗുണിച്ചു കഴിഞ്ഞാൽ അപ്പൊ അത് എത്രയെന്നുള്ളത് നിങ്ങളെ വീട്ടിൽ കൗണ്ടറുകൾ നിങ്ങൾക്ക് അവർക്ക് അളവെടുക്കാം അല്ലേ? എന്നിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് ആണ് ഈ പറഞ്ഞ അമൗണ്ട്. അതല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രൈസ് നമുക്ക് കുറച്ച് പറയാനോ കൂട്ടി പറയാനോ പറ്റില്ല. അത് 1,800 എന്നുള്ള 1,400 ആവാം, അതേപോലെ 2,500 പോവാം, കൂടും ചെയ്യാം. അത് നിങ്ങൾ സെലക്ട് ചെയ്യണ മെറ്റീരിയലിനനുസരിച്ചാണ്. ഇപ്പോൾ ഇതിവിടെ നമ്മൾ പറഞ്ഞപ്പോൾ മൈക്ക അതുപോലെ പ്ലൈ ആണ് ഉപയോഗിച്ചിരുന്നത്. ഇതല്ലാതെ നമുക്ക് ചെലവ് ചുരുക്കി ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയലുകളാണ് ഉപയോഗിക്കുന്നത്? ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞ അലുമിനിയം ഫാബ്രിക്കേഷൻ, അലുമിനിയം ആണ്. അതിന്റെ ഇപ്പൊ തിക്ക് കുറഞ്ഞ പ്രൊഫൈലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ ഏറ്റവും കുറഞ്ഞത്. ഓക്കെ, നമ്മൾ ഒരു മെറ്റീരിയൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഏകദേശം കമ്പാരിറ്റീവ്ലി അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്നതാണ്. അതായത് അലുമിനിയം ഫാബ്രിക്കേഷൻ തൊട്ട് മുകളിൽ നിൽക്കുന്നതാണ്. അലുമിനിയം കഴിഞ്ഞാൽ പിന്നെ മൾട്ടിവുഡ് വരുന്നുണ്ട്. മൾട്ടിവുഡ് വരുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസ് കുറയും. മൾട്ടിവുഡ് നമ്മൾ സ്ക്രൂയിങ് കപ്പാസിറ്റി ഇല്ല, അതിന്റെ ഡെൻസിറ്റി ഉള്ള എടുക്കണം, നല്ല എടുക്കണം. പിന്നെ അതിന്റെ ഇടയിലുള്ള പാർട്ടീഷൻസിനൊക്കെ അത് ഉപയോഗിക്കാം. ഉള്ളില് അത് മതി. ഓക്കെ, അതായത് മനസ്സിലാത്ത ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് പറയാണ്, നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഹിഞ്ചസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള വുഡിലാണ് നിൽക്കുക. അതല്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ഇങ്ങനെ ഊരി പോരാൻ തൂങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ഏറ്റവും ഹൈ റേഞ്ചിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ അതാ. ഹൈ റേഞ്ചിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇതില് പ്ലൈവുഡിൽ തന്നെയാണ് ഏറ്റവും ഹൈ റേഞ്ചിൽ ചെയ്യാറ്. പ്ലൈവുഡിൽ തന്നെ നമുക്ക് 6,500 രൂപ വരുന്ന പ്ലൈവുഡുകൾ ഉണ്ട്. പിന്നെ നമുക്ക് വിനീറിലേക്ക് പോവാറുണ്ട്. പൊതുവെ കിച്ചണിൽ കുറവാണ് വിനീർ, നമുക്ക് ഒരു ഷീറ്റിന് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ തന്നെ പല ടൈപ്സ് ഓഫ് കിച്ചൺ വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പോകുമ്പോൾ റേറ്റ് കൂടി വരും. ഓക്കെ, ഇപ്പോൾ സ്റ്റീല് വരുന്നുണ്ട്, ഗ്ലാസ് വരുന്നുണ്ട്, അക്രലിക് വരുന്നുണ്ട് അല്ലേ? ഒരുപാട് മെറ്റീരിയൽ. കിച്ചൺ ഏതാണോ നമുക്ക് വേണ്ടതെന്ന് ആ മെറ്റീരിയൽ ആദ്യം സെലക്ട് ചെയ്യുക, എന്നാൽ അതിന്റെ പ്രൈസ് ഏകദേശം. അതിലിപ്പോ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കിച്ചൺ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ടാവും, അവിടെ ആൾറെഡി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ കണ്ടുപോയിട്ട് അതിനെ കുറിച്ച് ഇതേപോലത്തെ യൂട്യൂബ് വീഡിയോസ് കണ്ട് സ്റ്റഡി ചെയ്തതിനു ശേഷം സെലക്ട് ചെയ്യാം. അതെ, അപ്പൊ ഫെർണിയൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എവിടെയാണ് ആ സ്ഥാപനം? നമ്മുടെ സ്ഥാപനമുള്ള പെരിന്തൽമണ്ണയാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കിച്ചണായിട്ട് ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതെ, ഓക്കെ, തീർച്ചയായിട്ടും വളരെയധികം നന്ദി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതുപോലെ ഇദ്ദേഹത്തിന് ഒരു ചാനലുണ്ട്, ഈ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അദ്ദേഹത്തെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ? എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം. റിയാലിറ്റി എന്നാണ് ചാനലിന്റെ പേര്. അതെ, റിയാലിറ്റി. താങ്ക് യു.